വാഴക്കഞ്ചി ചെയ്തു വെച്ച ആദ്യ വീഡിയോയിൽ വയലാർ രവിയുടെ സ്വഭാവ സവിശേഷതകൾ, അദ്ദേഹത്തിൻ്റെ ഒരു മാനുഷിക മുഖം, അദ്ദേഹം കോൺഗ്രസ്സിന് നൽകിയ കോൺട്രിബ്യൂഷൻസ്, ഇതെല്ലാം പറഞ്ഞു വെച്ചു പോയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ചോദിക്കാനുള്ളൊരു ചോദ്യമെന്ന് പറയുന്നത്, ഇപ്പോൾ പോലും KSU ക്യാമ്പസുകളിൽ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, 57-ൽ ആലപ്പുഴയിൽ ആൻ്റണി വയലാർ ഉമ്മൻചാണ്ടി. എൻ്റെ ചോദ്യം ഇതാണ്, പാർട്ടിക്കുള്ളിൽ അന്നുണ്ടായിരുന്ന ഒരു ഹയറാർക്കി എന്ന് പറയുന്നത് ഒന്നാമൻ AK ആൻ്റണി, രണ്ടാമൻ വയലാർ രവി, മൂന്നാമൻ ഉമ്മൻചാണ്ടി എന്ന നിലയിലായിരുന്നു. പിന്നീട് അങ്ങനെ ആയിത്തീർന്നു എന്ന് പറയാം. പക്ഷേ 57-ൽ അതല്ല. 57-ൽ KSUവിൻ്റെ രൂപീകരണം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ശ്രീ വയലാർ രവിക്കായിരുന്നു. അന്ന് AK ആൻ്റണി 57-ലെ രൂപീകരണത്തിൻ്റെ മീറ്റിങ്ങിലുള്ള പങ്കെടുത്ത ആളല്ല. അന്ന് ശ്രീ വയലാർ രവിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ചേർന്നൊരു യോഗം. ആ യോഗത്തിൽ അന്ന് മറ്റ് സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് നിന്നിരുന്ന ആളാണ് ജോർജ് തരകൻ. അന്ന് അങ്ങനെ ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് അവിടെയും ഇവിടെയും നിന്നിരുന്ന ആളുകളെ കൂടി വിളിച്ചിരുന്നു. അപ്പം അങ്ങനെയാണ് അവർ കേരള സ്റ്റുഡൻസിന്, വയലാർ രവിയാണ് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന പേരൊക്കെ ഇടുന്നത്, ആ സംഘടനയുടെ പേരങ്ങനെ ആക്കി ഇടുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള എല്ലാവരും ചേർത്ത് പിടിച്ചാണ് ആദ്യമേ KSU രൂപീകരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ ശ്രീ ജോർജ് തരകനെ ആദ്യത്തെ പ്രസിഡൻ്റാക്കുന്നു, വയലാർ രവി സെക്രട്ടറി ആകുന്നു. അന്ന് ട്രഷററായിട്ട് അന്ന് വേറെ ഒരാളെ, അന്ന് പെട്ടെന്ന് ഞാൻ അങ്ങ് ഓർക്കുന്നില്ല, ഒരാളെ ട്രഷററാക്കി വെച്ചുകൊണ്ട് ആദ്യത്തെ കമ്മിറ്റി ഉണ്ടാകുന്നത്. അന്ന് AK ആൻ്റണി ഇല്ല. AK ആൻ്റണി പിന്നീട് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരണ ബോട്ട് സമരം KSU ഏറ്റെടുത്തൊരു വലിയ സമരമാണ്. അന്ന് ഒരണയായിരുന്ന ബോട്ട് ചാർജ് അത് 10 പൈസയാക്കി വർദ്ധിപ്പിച്ചു. ഒരണ എന്ന് പറയുമ്പോൾ 6 പൈസയായിരുന്നു. അപ്പോൾ അതിനെതിരെ KSU നടത്തിയ ഒരു സമരം. അന്നത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികം, പിന്നെ ആഹാരം, ഇതൊക്കെ അന്ന് വലിയ സാമൂഹ്യ പ്രശ്നങ്ങളായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വണ്ടിക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ നിന്ന് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വണ്ടിക്കൂലി കൊടുത്ത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അന്ന് ഈ പിന്നെ യാത്രാ സൗജന്യം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ, വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും രക്ഷകർത്താക്കളെയൊക്കെ ആകർഷിക്കുന്ന വലിയ മുദ്രാവാക്യങ്ങളാണ്. അപ്പോൾ ആ ബോട്ട് സമരത്തിൻ്റെ അകത്താണ് ശ്രീ AK ആൻ്റണി ഉൾപ്പെടുന്ന ആളുകളൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി കടന്നു വരുന്നത്. പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം, KSU വലിയ പ്രസ്ഥാനമായി മാറിയതിന് ശേഷം പിന്നീട് പിന്നെ ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യമാണ് AK ആൻ്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ വന്നത്. അതല്ലാതെ ഒരു ആദ്യ കാലഘട്ടത്തിലൊരു ഹൈറാർക്കിയിൽ എന്നും AK ആൻ്റണി തന്നെയായിരുന്നു മുമ്പിൽ, അല്ല ശ്രീ വയലാർ രവി തന്നെയായിരുന്നു. വയലാർ രവി പിന്നീട് യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, കൺവീനറായിട്ട് വയലാർ രവി വരികയും ജോയിന്റ് കൺവീനറായിട്ടാണ് ആന്റണി വരുന്നത്. അപ്പം വയലാർ രവിയായിരുന്നു സീനിയർ, വലം കൈയായിരുന്നു എന്ന് വേണമെങ്കിൽ. തീർച്ചയായിട്ടും. അവർ പിന്നെ മഹാരാജാസ് കോളേജിൽ അവരെല്ലാം ഒന്നിച്ചു പഠിച്ചു. അങ്ങനെ അവരൊരു ടീമായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പിന്നെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, ഒരു ടീം. ആളുകൾക്ക് സ്ഥാനങ്ങൾ കൊടുക്കുന്നതിലും അതിന് പ്രശ്നമില്ല. ആരാണ് പെട്ടെന്ന് പ്രയോജനപ്പെടുന്നത് അല്ലെങ്കിൽ ആരെ ഉപയോഗിക്കണമെന്നൊക്കെ നോക്കി ഇവർ പ്ലാൻ ചെയ്തിട്ട് ഓരോരുത്തർക്ക് ഓരോ പോസ്റ്റ് കൊടുക്കുന്നത്. തമ്മിൽ മത്സരമില്ലായിരുന്നു. അപ്പോൾ അത് അങ്ങനെയാണ് ശ്രീ പിന്നെ MA ജോൺ ഒക്കെ അതിനകത്ത് വന്ന് ചേരുകയാണ്. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ഓൾ ഇന്ത്യ തലത്തിലെ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായിട്ട് MA ജോൺ ആയിരുന്നു ആദ്യം വരുന്നത്. അപ്പോൾ ഇവരൊരു ടീമായിരുന്നു. KSUവിൻ്റെ ആദ്യത്തെ ഒരു ക്യാമ്പ് നടക്കുന്നത് കുറവിലങ്ങാടാണ്. KSUവിൻ്റെ അന്ന് നമ്മുടെ ചാണ്ടി സാറിൻ്റെയൊക്കെ ഒരു പിന്നെ മാനസികമായ പിന്തുണയോടുകൂടിയാണ് നടന്നത്. അതിൻ്റെ ഒരു മുഖ്യ സംഘാടകൻ പിന്നെ MA ജോൺ ആയിരുന്നു. മറ്റത്തെ കുടുംബത്തിൽ തന്നെയുള്ള പിള്ളേരായിരുന്നു അതിൻ്റെ അകത്ത് പങ്കെടുത്ത കുറേ പേര്, ആൺപിള്ളേരും പെൺപിള്ളേരെന്ന് പറയാറുണ്ട്. വയലാർ രവി അന്ന് അതിൻ്റെ മുഖ്യ സംഘാടകനാണ്. MA ജോണാണ് അതിൻ്റെ കാരണം. പിന്നെ MA ജോൺ ഒരു പ്രാദേശികമായ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ നിന്ന് വരുന്ന, അങ്ങനെ മാത്രമല്ല കുടുംബ ബന്ധങ്ങളിലും വലിയ ഒരു അവരുടെയൊക്കെ മറ്റേ കുര്യച്ചൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ, മറ്റത്തെ കുടുംബത്തിലുള്ള ഒരുപാട് പേരുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു ഈ KSUവിൻ്റെ ആദ്യ ക്യാമ്പ് നടത്താനാണ്. പിന്നീട് വയലാർ രവി MP ആയിരിക്കെ ഈ കോൺഗ്രസിൽ പിളർപ്പ് ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹം 34-ാമത്തെ വയസ്സിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി. വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ പോലുള്ള പിന്നെ ഫുൾ നോമിനേറ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റി അല്ല. അന്ന് കോൺഗ്രസ് കമ്മിറ്റി, വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. 21 അംഗങ്ങളേ ഉള്ളൂ. ഒന്ന് ഇടപെട്ട് ചോദിച്ചു, അതായത് ഇന്ദിരാഗാന്ധിയുടെ പ്രതാപകാലത്ത് തീരെ ചെറുപ്പത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്ന വയലാർ രവി
പിന്നീട് എങ്ങനെയാണ് ഈ വഴി പിരിയാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്? അത് ഞാൻ പറയാം, ഞാൻ പറഞ്ഞില്ലേ 21 പേരാ അന്ന് വർക്കിംഗ് കമ്മിറ്റിയിൽ. ആ 21 പേരിൽ 10 പേര് എലക്റ്റഡ് ആയിട്ട് വരും. AICCയുടെ സമ്മേളനത്തിൽ ഓ. കൃത്യമായി സമ്മേളനം നടക്കും. ഇന്നത്തെ പോലെയല്ല. ഇന്നത്തെ പോലെയല്ല. 3 വർഷത്തിലൊരിക്കൽ, അന്ന് 3 വർഷമാണ് കാലാവധി. 3 വർഷത്തിലൊരിക്കൽ AICCയുടെ സമ്മേളനം നടക്കും. ആ സമ്മേളനത്തിൽ വെച്ച് പുതിയ കമ്മിറ്റി വരും. ആ കമ്മിറ്റിയിൽ 10 പേര് എലക്റ്റഡ് ആയിട്ട് വരും. കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ, പ്രസിഡന്റാണ് ബാക്കി 10 പേരെ നോമിനേറ്റ് ചെയ്യും. അങ്ങനെ 21 അംഗ വർക്കിംഗ് കമ്മിറ്റിയാണ്. 34ാമത്തെ വയസ്സിൽ, എനിക്ക് തോന്നുന്നു അത്രയും ചെറുപ്രായത്തിൽ കേരളത്തിൽ നിന്നൊന്നും ആരും വന്നിട്ടില്ല. കാരണം അപ്പോൾ വയലാർ രവി അതിന് തൊട്ട് മുമ്പ് അപ്പം 35ാമത്തെ വയസ്സിലായിരുന്നു. 34ാമത്തെ വയസ്സിൽ അദ്ദേഹം MP ആകും. അപ്പോൾ MP ആകുമ്പോൾ അദ്ദേഹം ഭയങ്കര പവർഫുള്ളായ MP ആണ്. യങ് ടർക്കാണ്. കാരണം നിയമസഭ പാർലമെന്റിലൊക്കെ വയലാർ രവി എന്നല്ല, വയലന്റ് രവി എന്നാണ് പറയുന്നത്. അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ യങ് ടർക്കാണ് വയലാർ രവി. വളരെ. അപ്പോൾ അദ്ദേഹത്തിനെയാണ് അന്ന് യൂത്ത് കോൺഗ്രസ്, അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് വലിയ സ്വാധീനമായിരുന്നു. യൂത്ത് കോൺഗ്രസ്, NSUI ഒക്കെ രൂപീകരിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ചുമതലപ്പെടുത്തിയത് വയലാർ രവിയാണ്. NSUI ഉണ്ടാക്കുന്നത് വയലാർ രവിയാണ്. KSUവിന്റെ ദേശീയ രൂപം ഉണ്ടാക്കുന്നത്. അപ്പോൾ NSUIയുടെ വരും അന്ന് ഛത്രപരീക്ഷത്തും NSUIയും വളരെ വലിയ ശക്തിയായിരുന്നു. അപ്പം ഈ ഛത്രപരീക്ഷത്തും പിന്നെ KSU ഇത് രണ്ടിൻ്റെയും പേര് നിലനിർത്തിക്കൊണ്ടാണ് മറ്റുള്ള എല്ലാ സ്റ്റേറ്റിലും NSUI എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘടന ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് KSUവിൻ്റെ ഭരണഘടനയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരുന്നു. അതും വയലാർ രവിയുടെ ഒരു ആശയമായിരുന്നു. കാരണം അത് വളരെ പവർഫുള്ളാണ് KSUവിടെ. അതങ്ങനെ ഒരു പേര് മാറ്റുകയോ ഒരു നാഷണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാകുകയോ ചെയ്താൽ അതിനെ കുറെ ബാധിക്കും. കാരണം ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് ഫേസ് ആയിട്ട്, പുരോഗമന ചിന്താഗതിയായിട്ട് കോൺഗ്രസിന് ഡയറക്റ്റ് ആയിട്ടൊന്നും അങ്ങനെ ഇടപെടാനൊന്നും കഴിയാത്ത രീതിയിലാണെന്ന് KSU ഇവിടെ നിന്നിരുന്നത്. പോഷക സംഘടന അല്ല, പോഷക സംഘടന എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിനോട് അനുഭാവമുള്ള വിദ്യാർത്ഥികളുടെ എന്റെ രൂപീകരണം തന്നെ അങ്ങനെയാണ്. അതല്ലാതെ ഫുള്ളായിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടല്ല വരുന്നത്. അല്ലല്ല, അന്ന് വിദ്യാർത്ഥി കോൺഗ്രസ് ഒക്കെ വേറെ ഉണ്ട്. ആ സമയത്താണ് KSU രൂപപ്പെടുന്നത്. അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവവും, അതിൻ്റെ ഒരു പുരോഗമന സ്വഭാവവും, അതിൻ്റെ ഒരു ഫൈറ്റിംഗ് മൂഡും, അതായത് ഒരു സമരോത്സുകമായിട്ടുള്ളൊരു ലീഡർഷിപ്പും, വയലാർ രവി ഉൾപ്പെടെയുള്ളവരുടെ അഗ്രഷനും, അവരുടെ ഒരു ലെഫ്റ്റ് ചിന്താഗതിയും, ഇതൊക്കെയാണ് ഒരു പുരോഗമന ചിന്താഗതി. ഇതൊക്കെയാണ് അന്ന് കേരളത്തിൽ KSUവിനെ ഭയങ്കരമായിട്ട് വളർത്തിയെടുത്തത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ മാത്രമല്ല, ഈ അന്നൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ ശക്തമായി, SF ഒക്കെ ഇങ്ങനെ ക്യാമ്പസുകളിലൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. കേരളത്തിൽ മൊത്തത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തമായ ഒരു വേരോട്ടം ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ KSU, ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് KSUവിന് കിട്ടിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വിമോചന സമര കാലഘട്ടത്തിലൊക്കെ KSUവിൻ്റെ ഒരു പിന്തുണയുണ്ട് വിമോചന സമരത്തിന്. അതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റിനെതിരായിട്ടുള്ള ഒരു വികാരമാണ്. അപ്പോൾ ഒരു പരിധിവരെ CPMകാരൊക്കെ ഒരു മതവിരുദ്ധരായിട്ട്, ഒരു ഈശ്വര വിശ്വാസികളല്ലാതെ നിൽക്കുന്നവര് ഇത് ഈശ്വര വിശ്വാസികളാണ്, അതുപോലെ തന്നെ ലെഫ്റ്റാണ്, പുരോഗമന ചിന്താഗതി കൊണ്ട് ഒക്കെ ആയിട്ടൊരു അന്നത്തെ കാലഘട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന സ്ലോഗൻസും ആയിരുന്നു KSUവിൻ്റെ. അപ്പൊ അതുകൊണ്ടാണ് ക്യാമ്പസുകളിലൊന്ന് KSUവിനൊന്നും എതിരില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പല ക്യാമ്പസുകളിലും. അപ്പൊ അങ്ങനെ ഒരു വളർച്ച വന്നു. അതിൻ്റെ അകത്ത് വയലാർ രവി തന്നെയാണ് അതിന്റെ മുൻപിൽ നിന്ന് ചാമ്പ്യനായിട്ട് നിന്നിരുന്നത്. അപ്പൊ ഈ ഇടതുപക്ഷ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ ഇടതുപക്ഷ സ്വഭാവവും ശൈലിയും ഉള്ളത് കൊണ്ടാണോ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയിൽ നിന്ന് അകന്ന്, ഇന്ദിരാഗാന്ധിയുടെ പെറ്റായിരുന്ന വയലാർ രവി പാർട്ടി പിളർക്കുമ്പോൾ AK ആന്റണിക്കൊപ്പം ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയത് എന്ന് മാത്രം പറയാൻ കഴിയില്ല. അതിൻ്റെതായ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, അടിയന്തരാവസ്ഥയുടെ ഒരു കാലഘട്ടമായപ്പോഴേക്കും ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനകത്ത് ഒരു ചെറിയ ജനാധിപത്യ സ്വഭാവം കുറഞ്ഞുപോയി എന്നുള്ള ഒരു വലിയ ആക്ഷേപം പല സ്ഥലത്തും ഉണ്ടായി. പ്രത്യേകിച്ച് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്, KSUവിൻ്റെ അകത്തൊക്കെ. കാരണം പലപ്പോഴും സഞ്ജയ് ഗാന്ധിയുടെ ഇടപെടലുകൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഉള്ളിൽ എതിരൊന്നും ആയിട്ടില്ല, പരസ്യമായിട്ട് പറയാനുള്ള ധൈര്യമൊന്നും കാണിച്ചിട്ടില്ല. അത് ആന്റണി മാത്രം അവസാനം ഗോഹത്തിയിൽ സമ്മേളനത്തിൽ വെച്ച് നമുക്ക് ഇലക്ഷൻ നടത്താതെ പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അത് വലിയ വാർത്ത സൃഷ്ടിച്ചൊരു സംഭവമായിരുന്നു. ദേശീയ ഇലക്ഷൻ അടിയന്തരാവസ്ഥയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സസ്പെൻഡ് ചെയ്ത് സമയം അത് പിൻവലിക്കണമെന്നുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു.
മാത്രമല്ല KSU അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആ അടിയന്തരാവസ്ഥയോട് ചേർന്ന് തന്നെയാണ് KSU ഒക്കെ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ. പക്ഷേ ഇവരുടെ എല്ലാം റോളുകൾ കുറഞ്ഞു പോയി. സഞ്ജയ് ഗാന്ധിയുടെ സഞ്ജയ് ഗാന്ധി മാത്രമല്ല, സഞ്ജയ് ഗാന്ധിയുടെ സാന്നിധ്യം ഉൾപ്പെടെ ഈ പൊളിറ്റിക്കലായിട്ട് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ അങ്ങ് പ്രഖ്യാപിച്ചപ്പോഴേക്കും പിന്നെ ഇന്ദിരാഗാന്ധിയും അദ്ദേഹം അവരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ടീമാണ് പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ പാർട്ടിക്കകത്തും ഒരു ജനാധിപത്യ സ്വഭാവത്തിൽ കുറവ് വന്നു. അപ്പൊ അതൊക്കെ ഉള്ളിൽ ഇവർക്കൊക്കെ അന്നത്തെ യൂത്ത് കോൺഗ്രസ് ടീമിനൊക്കെ ഉള്ളിൽ എതിർപ്പുണ്ട്. മാത്രമല്ല അടിയന്തരാവസ്ഥയിൽ നമുക്ക് അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടായി കോൺഗ്രസിന്. ഉത്തരേന്ത്യ നമ്മളെ തൂത്തെറിഞ്ഞു കളഞ്ഞു. ഇന്ദിരാഗാന്ധി തോറ്റുപോയി റായ്ബറേലി. പിന്നെ ഉത്തരേന്ത്യയിൽ ഒന്നുമില്ല. ദക്ഷിണേന്ത്യയിൽ നമുക്ക് വലിയ വിജയമായിരുന്നു, കേരളത്തിൽ ഉൾപ്പെടെ വലിയ വിജയം. പക്ഷെ ഉത്തരേന്ത്യയിൽ നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ എഴുതി തള്ളപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കാരണം അതിനുശേഷം വലിയ ക്യാമ്പയിനായിരുന്നു ഈ അടിയന്തരാവസ്ഥയ്ക്ക്. കേരളത്തിൽ പോലും നമുക്ക് വെളിയിലിറങ്ങി ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ടോ, അന്ന് പിന്നീട് പാർട്ടി വളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി നിന്നിരുന്ന കരുണാകരൻ, പാർട്ടി വളരുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന് അനുകൂലമായിട്ട് ഒന്നും ഒരു മുദ്രാവാക്യം പോലും വിളിക്കാൻ കഴിയാത്ത രീതിയിൽ ഭയങ്കര ക്യാമ്പയിനാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ഉള്ളതുമില്ലാത്തതുമായ കഥകൾ ഇങ്ങനെ അങ്ങ് പ്രചരിക്കുകയാണ്. അന്ന് സഞ്ജയ് ഗാന്ധി മുദ്രാവാക്യങ്ങളൊക്കെ അന്ന് പശുവും കിടാവുമാണല്ലോ കോൺഗ്രസിന്റെ ചിഹ്നം. പശുവും കിടാവും അപ്പൊ അതിനെ കളിയാക്കിക്കൊണ്ട് മുദ്രാവാക്യങ്ങളൊക്കെ അന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ കാരണം എന്താന്ന് ചോദിച്ചാല് ഇത് കഴിഞ്ഞിട്ട് നന്ദിനി സത്പതി, പിന്നെ നമ്മുടെ കുറെ അന്നത്തെ ജഗജീവൻ റാം, അങ്ങനെയൊക്കെയുള്ള അറിയപ്പെടുന്ന നേതാക്കന്മാരൊക്കെ ഇന്ദിരാഗാന്ധിയായിട്ടൊക്കെ തെറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി അതിനിടയിൽ പിന്നെ ഇന്ദിരാഗാന്ധിയെ പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു സ്വഭാവം കോൺഗ്രസ് ലീഡർഷിപ്പ് കാണിക്കാൻ തുടങ്ങി. ഇന്ദിരാഗാന്ധി അവഗണിക്കുന്ന ഒരു സ്ഥിതി. കാരണം ഇന്ദിരാഗാന്ധിയെ ഷാ കമ്മീഷന്റെ മുമ്പിൽ, ഷാ കമ്മീഷൻ എന്ന് പറഞ്ഞ അന്നത്തെ ഗവൺമെന്റ് നിയോഗിച്ചൊരു കമ്മീഷൻ, പുള്ളിയെ കുറ്റവാളിയാണെന്ന് പറയുന്നു. കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നു, ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരായ കുറേ ആളുകൾ നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ ഉള്ളൊരു പങ്കാളുകൾ ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് കോൺഗ്രസ് പിളരുന്നത്. 78 അവസാനം പാർട്ടി പിളരുന്നത് ഇന്ദിരാഗാന്ധിയെ പൂർണ്ണമായി അവഗണിച്ച് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് കോൺഗ്രസ് വേറൊരു പാതയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയെ റിവോൾട്ട് ചെയ്തു. ഇന്ദിരാഗാന്ധി വർക്കിംഗ് കമ്മിറ്റിയുടെയും കോൺഗ്രസിൻ്റെ പിന്നെ AICCയുടെ യോഗം പ്രത്യേകം വിളിച്ചു കൂട്ടുക. ആ യോഗത്തിൽ വെച്ച് ഇന്ദിരാഗാന്ധി പുതിയ പാർട്ടി പ്രഖ്യാപിക്കുക. അപ്പോഴൊക്കെ ഇവരെല്ലാം ഔദ്യോഗിക വിഭാഗത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരായും ഇന്ദിരാഗാന്ധിയുടെ പിന്നെ പല നിലപാടുകൾക്കെതിരായിട്ടൊക്കെ ഉള്ളിൽ നിൽക്കുകയാണ് ഇവരെല്ലാം. സഞ്ജയ് ഗാന്ധിക്കെതിരായിട്ടൊക്കെ ഇവർ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പിളർപ്പുണ്ടായപ്പോൾ ഇവരെല്ലാം മറുഭാഗത്ത് പെട്ടുപോയി. അന്ന് ശ്രീ കെ കരുണാകരനെ പോലെയുള്ള ആളുകളെല്ലാം ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്നു. അങ്ങനെയാണ് ഐയും എയും ഒക്കെ ഉണ്ടാകുന്നത്. അതാണ് ലീഡറിന്റെ ഒരു പൊളിറ്റിക്കൽ സെൻസ് എന്ന് പറയുന്നത്. കേരളത്തിന്റെ വികാരം അദ്ദേഹം മനസ്സിലാക്കിയത് അന്ന് അദ്ദേഹത്തെയും ഇന്ദിരാഗാന്ധിയെ സൈഡ് ലൈൻ ചെയ്യുന്ന പോലെ കോൺഗ്രസിലെ യുവജന വിഭാഗവും യൂത്തും KSU എല്ലാം അദ്ദേഹത്തെ എതിർത്തുകൊണ്ടിരിക്കുക. അപ്പം അതിനകത്തൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പം അന്ന് രാജൻ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്, രാജൻ എന്ന് പറയുന്നൊരു നക്സൽ ലൈറ്റാണെന്ന് ആരോപണം ഉണ്ടായ ഒരു ചെറുപ്പക്കാരനെ ഹോസ്റ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര കഥകളായിരുന്നു. ക്യാമ്പസുകളിലൊക്കെ SFIയുടെ വളർച്ച തുടങ്ങുന്നത് അവിടെയാണ്. ഈ രാജൻ സംഭവത്തെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള കഥകൾ, ഇങ്ങനെ കണ്ണുനീരൊഴുക്കുന്ന കഥകളുമായിട്ടാണ് ക്യാമ്പസുകളിൽ SFIയും അന്നത്തെ ഈ വിദ്യാർത്ഥി ജനതയൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു വലിയ ഇതിനകത്ത് നമ്മൾ കരുണാകരനൊക്കെ എതിരെയുള്ള അതിശക്തമായ വികാരമായിരുന്നു. അപ്പം അതിനോടൊപ്പം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാധ്യതയും പിന്നെ പാവഭാരവും എല്ലാം ഞങ്ങൾ വേക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്ത, ഒരു പ്രതിച്ഛായ ഭയം എന്ന് പറയാൻ പറ്റും. ഒരു പ്രതിച്ഛായ ഭയം അന്ന് നമ്മുടെ ഇവിടുത്തെ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാർക്ക്, അന്നത്തെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കരുണാകരൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു എന്നുള്ളൊരു ചിന്തയും വന്നു. അതുകൊണ്ടാണ് അന്ന് പാർട്ടി വളർന്നത്. അപ്പോൾ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാൽ ഈ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇവന്മാരെല്ലാം എതിരാണ്, യുവജന വിദ്യാർത്ഥി. പിന്നെ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ട് നിൽക്കാനേ പറ്റൂ. അപ്പോൾ അദ്ദേഹവും അതുപോലെ തന്നെ
ഈ പിന്നെ യൂത്ത് KSU മൂവ്മെന്റിനെ എതിർത്തുകൊണ്ടിരുന്ന കരുണാകരൻ ഗ്രൂപ്പുകാരായിരുന്ന ആളുകൾ. കരുണാകരൻ ഗ്രൂപ്പും ഉണ്ടായിരുന്നു, ഓ ഓ ശക്തമായിരുന്നു. അന്നും കേരളത്തിൽ കരുണാകരൻ ഗ്രൂപ്പ് ഉണ്ട്. 74 മുതൽ കരുണാകരനും ആന്റണി ഗ്രൂപ്പുണ്ട്. ഓ അപ്പം അത് ഒന്ന് പിന്നെ ആന്റണി KPCC പ്രസിഡന്റ്, അത് പിന്നെ സംഘടനാ പക്ഷം, മറ്റേത് ഭരണപക്ഷം. AK കരുണാകരനായിരുന്നു ആഭ്യന്തരമന്ത്രി പക്ഷം. അപ്പം ഇത് തമ്മിൽ പിന്നെ തമ്മിൽ റിഫ്റ്റ് ഉണ്ട്. അപ്പം കരുണാകരൻ്റെ കൂടെ നിന്നിരുന്ന ആളുകളെന്ന് ഈ വിഭാഗത്തിലേക്ക് വരുന്നു. ഈ 74 കഥ പറഞ്ഞപ്പോൾ AK ആന്റണി KPCC പ്രസിഡന്റ് ആകുന്നു. അന്നും വയലാർ രവി ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. വയലാർ രവി അന്ന് MP ആണല്ലോ അദ്ദേഹം. MP ആയതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം തോറ്റുപോകുന്നത് പിന്നെ 80 തെരഞ്ഞെടുപ്പിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭ അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അന്ന് അദ്ദേഹം ഇന്ദിരാഗാന്ധി എതിർത്ത് മറ്റേ CPM-ന്റെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്നില്ല അവർ. അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് ചെറിയങ്കീഴ് മത്സരിക്കുന്നു. അന്ന് പുള്ളി തോറ്റുപോയി. അദ്ദേഹം 71 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ജയിക്കുന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളിയൊക്കെ കാസർഗോഡ് നിന്ന് വിജയിക്കുന്നു. KSU സംസ്ഥാന പ്രസിഡന്റായിരുന്ന കടന്നപ്പള്ളി അവിടെ നിന്ന് ജയിക്കുന്നു. അപ്പോഴേ ഈ ആന്റണിയൊക്കെ ഇവിടെ MLA-മാരായി. 70 ബൈ ഇലക്ഷൻ നടക്കുന്നു. ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കേരളത്തിന് മാത്രമായിട്ടൊരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. അത് പാർലമെന്റ് അസംബ്ലി ഒരുമിച്ചല്ലാതെ കേരളത്തിൽ മാത്രം ഒരു തെരഞ്ഞെടുപ്പ്. ഇവരെല്ലാവരും AK ആന്റണി ആകുന്നു, കുട്ടർ ഗോപാലകൃഷ്ണൻ ആകുന്നു, AC ഷൺമുഖദാസ് ആകുന്നു, ഉമ്മൻചാണ്ടി ആകുന്നു. ഇവരെല്ലാവരും MLA-മാരാകുന്നു. അപ്പോൾ വയലാർ രവി അന്ന് മത്സരിച്ചില്ല, നിയമസഭയിലേക്ക് മത്സരിച്ചില്ല. അന്ന് ഇവരെല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ സൂത്രധാരകനായിട്ട് അദ്ദേഹം പുറത്തായിരുന്നു. 71 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ഇവരെല്ലാം അന്ന് ഇന്ദിരാഗാന്ധിയുടെ ആളുകളാണ് അവർ ജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 72 അദ്ദേഹം പിന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അത് നോമിനേറ്റഡ് മെമ്പർ അല്ല, ഇലക്ടഡ് മെമ്പർ ആയിട്ട് വരിക. പിന്നെ ഇപ്പൊ ഈ 78 പിളർപ്പിന് ശേഷം ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നുണ്ടല്ലോ കോൺഗ്രസിലേക്ക്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വയലാർ രവിയാണോ? ഇന്ദിരാഗാന്ധിയുമായി പാച്ചപ്പ് ചെയ്ത് ഈ വിഭാഗത്തെ തിരികെ എത്തിക്കുകയായിരുന്നു? അതെന്നാന്ന് ചോദിച്ചാൽ, ഈ 78 പിന്നെ പിളർപ്പിന് ശേഷം കേരളത്തിലെ ഗവൺമെൻറ്, AK ആന്റണിയുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് AK ആന്റണി രാജിവെച്ചിട്ട് പിന്നെ PK വാസുദേവൻ നായർ ചീഫ് മിനിസ്റ്റർ ആകുന്നു. അപ്പോഴത്തേക്കും ഇവിടെ ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്നു. IUം AUമായിട്ട്. അന്ന് അല്ല, അന്ന് പിന്നെ അരശ് കോൺഗ്രസ് എന്നും, ആദ്യമേ ബറുവ കോൺഗ്രസ്, DK ബറുവ ആയിരുന്നു ആദ്യം പാർട്ടി പിളരുമ്പോൾ. അതിനുശേഷം ദേവരാജ് അരശ് പ്രസിഡന്റായി വരുന്നു. അതിനിടയ്ക്ക് ആ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ പാർട്ടി രണ്ടായിട്ട് നിൽക്കുമ്പോൾ രണ്ടായി നിന്നുള്ള ശക്തമായ ഒരു പ്രവർത്തനമാണ്. ആ സമയത്ത് പിന്നെ ഇവർ CPM-ൻ്റെ കൂടെ കൂടി ഇടതുപക്ഷ മുന്നണിയിൽ പോയി. 80 KM മാണി, പിന്നെ ആന്റണി കോൺഗ്രസ്, ഇവരെല്ലാവരും കൂടെ കൂടി. അപ്പോൾ അവർ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ആണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അവർ ദേവരാജ് അരശ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ കൂടെ ആണെങ്കിൽ അവർ കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി. എന്നിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് വയലാർ രവി തോറ്റുപോകുന്നത്. അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് അവിടെ നിന്ന് നമ്മുടെ AR റഹീമാണ് ജയിക്കുന്നത്. AR റഹീം. അങ്ങനെ വയലാർ രവി പരാജയപ്പെടുന്നു. അതിനുശേഷമുള്ള തിരിച്ചുവരവ് വയലാർ രവി മുൻകൈയെടുത്ത് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ലീഡറുടെ അറിവില്ലാതെ ഒരു തിരിച്ചുവരവാണോ ഉണ്ടായത്? അല്ല, അത് വയലാർ രവി അല്ല എന്നെ മുൻകൈ എടുത്തതെന്ന് പറയാൻ. വയലാർ രവിയൊക്കെ അപ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധിയുടെ, കാരണം ഇന്ദിരാഗാന്ധി ഒരുപാട് സ്നേഹിക്കുകയും ഇന്ദിരാഗാന്ധി ഒരുപാട് അടുപ്പമൊക്കെ കാണിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇദ്ദേഹം വിട്ടുപോയതിനെ സംബന്ധിച്ച് ഇന്ദിരാഗാന്ധിക്ക് വിഷമമുണ്ടായിരുന്നു. ഗുഡ് ബുക്സിൽ നിന്ന് പോയി, അത്ര ഗുഡ് ബുക്കിലായിരുന്നില്ല. പിന്നീട് അതിനകത്ത് പലരും ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു PC അലക്സാണ്ടർ, നമ്മുടെ മാവേലിക്കരക്കാരൻ. മനസ്സിലായി. ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു പുള്ളിക്കാരൻ, ഭയങ്കര പവർഫുൾ ആയിരുന്നു. അപ്പം PC അലക്സാണ്ടർ മുഖേന ഇവരെല്ലാവരും നടത്തിയ AK ആന്റണിയും ഒരു പരിധിവരെ വയലാർ രവിയും ഇവരെല്ലാവരും നടത്തിയ, ഉമ്മൻചാണ്ടിയൊക്കെ നടത്തിയ നീക്കങ്ങളുടെ പേരിലാണ് ഇവരെ ചേർക്കാൻ തീരുമാനിച്ചത്. ഒരു പരിധിവരെ ലീഡർ ഇരുട്ടിൽ നിൽക്കുകയായിരുന്നു. ലീഡർ ഇരുട്ടിലൊന്നും ആയിരുന്നില്ല, എങ്കിൽ പോലും ലീഡർക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല തിരിച്ചുവരവ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്ക് വിഭാഗത്തിൽ നിന്ന് ഒരു വലിയ ഒഴുക്കിങ്ങോട്ട് വന്നു കഴിഞ്ഞു, പ്രവർത്തകർക്ക് എത്തിക്കഴിഞ്ഞു വളരെ സ്പീഡിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 80 തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കോൺഗ്രസ് ഐയുടെ കൂടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ NDP അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കക്ഷികളേ ഉള്ളൂ. ലീഗാണ് അതിൻ്റെ അകത്ത് പവർഫുൾ ആയിട്ടുള്ള ശക്തിയുള്ളൂ.
എന്നിട്ട് നമുക്ക് കേരളത്തിൽ അന്ന് പിന്നെ 5 സീറ്റുകൾ കിട്ടി. 5 കോൺഗ്രസിന് തന്നെ കിട്ടി. 2 ലീഗും കിട്ടി, 1 കേരള കോൺഗ്രസിന്റെ നമ്മുടെ പിന്നെ മുണ്ടക്കനം ജയിച്ചു മൂവാറ്റുപുഴയിൽ നിന്ന്. അങ്ങനെ മൂവാറ്റുപുഴയിൽ 8 സീറ്റ് ജയിച്ചു. 8 സീറ്റ് ജയിച്ചു. 12 20 സീറ്റിൽ 8 സീറ്റ് 8 സീറ്റ് അന്ന് ഈ ജയിച്ചു. ചെറിയൊരു മുന്നണിയായി നിന്ന് ജയിച്ചു. അത് അപ്പോഴത്തേക്ക് അത് ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് വരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു സൂചന വന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ പയ്യെ ഒഴുക്ക് തുടങ്ങിയായിരുന്നു. അപ്പം ഞാനന്ന് പിന്നെ KSUവിൻ്റെ ജനറൽ സെക്രട്ടറിമാരാണ്. അപ്പോൾ 80കൾ കഴിഞ്ഞിട്ടുള്ള ഒരു കാലം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ആ വരവിന് ശേഷം ഇന്ദിരാഗാന്ധി നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇന്ത്യയിൽ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ് മാറി. മറ്റേത് CPM-ന്റെ കൂടെയും കൂടെ ആയതുകൊണ്ട് കോൺഗ്രസ് വികാരമുള്ളവരെല്ലാവരും ഇങ്ങോട്ട് പോകുന്നു, തിരികെ പോകും. അപ്പൊ അന്ന് ലീഡറുടെ മനസ്സിലിരുന്ന ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാല് ഇതൊക്കെ ഒറ്റയ്ക്ക് വന്ന് കയറിക്കോളൂ, വലിയ ലയനമൊന്നും വേണ്ട, ലയിച്ച് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കണ്ട എന്നുള്ളത്. പക്ഷെ അന്ന് ഈ AK ആന്റണിയുടെ ഇവരുടെയൊക്കെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരസ്പര സഹകരണ സംഘമായി നിൽക്കുന്ന ഒരു ടീമായിരുന്നു. ആ ടീമിന്റെ ആ ഒരു ആന്റണിയുടെ ഒക്കെ ഒരു ആത്മബന്ധം കൊണ്ടാണ് ഈ സാധനം പൊട്ടാതെ നിന്നത്. താഴെ അണികൾ പോകുന്നുണ്ടെങ്കിലും ലീഡർഷിപ്പിലുള്ള അധികം പേര് പൊട്ടിയില്ല. ലീഡർഷിപ്പ് MLA-മാര് ഇവരെല്ലാരും ഇങ്ങനെ ഐക്യപ്പെട്ടു നിന്നു. അപ്പൊ നോക്കുമ്പോൾ MLA-മാരും പോയിട്ടില്ല, നോക്കുമ്പോൾ പക്ഷെ അണികൾ പോയി എന്നുള്ളത് സത്യം, ഒലിച്ചു പോയി എന്നുള്ളത്. എന്താണെങ്കിലും അടുത്തൊരു തെരഞ്ഞെടുപ്പിന് മുമ്പേ അവരിങ്ങ് എത്തുകയും ചെയ്തു. അപ്പൊ തന്നെ അവർ അതിനു വേണ്ടിയിട്ടുള്ള APC അലക്സാണ്ടറും ഒക്കെ മുഖേനയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അവസാനം ഇന്ദിരാഗാന്ധിയെ അത് ബോധ്യപ്പെടുത്തി. അപ്പോൾ ഇന്ദിരാഗാന്ധി കരുണാകരനെ വിളിച്ചു പറഞ്ഞു അവർ വരികയാണെന്ന് പറഞ്ഞു. അപ്പം കരുണാകരൻ പറഞ്ഞാണ് കേൾക്കുന്നത്, അല്ലാതെ തന്നെ ഇവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ് അവർ വിളിച്ചു. പക്ഷേ ആ ലയനത്തിനകത്ത് ഇന്ദിരാഗാന്ധി ഇവിടെ വന്നപ്പം വേറൊരു കാര്യം കാണിച്ചത്, അങ്ങനെ ലയനമായിട്ടൊന്നും ഇന്ദിരാഗാന്ധി സമ്മതിച്ചൊന്നുമില്ല. അപ്പോൾ ഈ വരവ് നമ്മൾ വയലാർ രവിയിലേക്ക് തിരികെ വന്നാൽ ഈ പിളർപ്പും തിരിച്ചുവരവും എല്ലാം കഴിഞ്ഞപ്പോൾ വയലാർ രവിയുടെ പ്രാധാന്യം കുറയുകയും AK ആന്റണിയുടെ പ്രാധാന്യം ഒരുപാട് ഉയരുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. AK ആന്റണിയുടെ പ്രാധാന്യം അതിന് മുമ്പേ ഉയർന്നതാണ്. AK ആന്റണി ആദ്യമേ നിയമസഭയിൽ വന്നു. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ AK ആന്റണി എപ്പോഴും വളരെ ബുദ്ധിപരമായി വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നയാളാണ്. വയലാർ ഭയങ്കര എടുത്തുചാട്ടക്കാരനാണ്. ഈ ഒരു ഡിഫറൻസ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അകത്ത് ഒരു പ്രശ്നമായിരുന്നു. പലപ്പോഴും ഈ മധ്യനിരയിൽ നിൽക്കുന്നതും സോബർ ലൈൻ സ്വീകരിക്കുന്നവരും പാർട്ടി ലീഡർഷിപ്പിനും ഒക്കെ കുറെ കൂടി കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടുത്താൻ എളുപ്പം ആന്റണിയാണെന്നുള്ള ഒരു വികാരം വന്നു. ആന്റണി വളരെ തന്ത്രപരമായിട്ട് ഇപ്പം പലപ്പോഴും കോൺഗ്രസ് ലീഡർഷിപ്പുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം വന്നാൽ വയലാർ ഓപ്പണായിട്ട് അങ്ങ് എതിർക്കും. പക്ഷേ AK ആന്റണി അതിനകത്ത് വളരെ സോബർ ലൈൻ സ്വീകരിക്കും. ചില കാര്യങ്ങളിൽ AK ആന്റണി പറയുന്നത് അങ്ങനെ പറ്റത്തില്ല, വയലാർ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് AK ആന്റണി അത് അങ്ങനെ ആ എക്സ്ട്രീമിലേക്ക് പോകാൻ തയ്യാറായില്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു 2-3 പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഇൻസിഡന്റുകളിലൊക്കെ അപ്പം KP വിശ്വനാഥന് KK വിശ്വനാഥന് KPC പ്രസിഡന്റ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട KPC പ്രസിഡന്റുമാരുടെ ഒക്കെ കൂടെ AK ആന്റണി ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രസിഡന്റിനെയായിട്ട് കൺഫ്രണ്ട് ചെയ്യാൻ നിൽക്കത്തില്ല, മനസ്സിലായി. അപ്പോൾ വയലാർജിയൊക്കെ കൺഫ്രണ്ട് ചെയ്യും. അപ്പം അങ്ങനെയായപ്പോൾ അദ്ദേഹം കുറെ കൂടി സ്വീകാര്യനായി മാറിയിട്ടുണ്ട് AK ആന്റണി. AK ആന്റണിക്ക് ഒരു സ്വീകാര്യത കൂടുകയും പാർട്ടി ഡിസിഷന്റെ അകത്ത് AK ആന്റണിക്ക് കുറെ കൂടെ റോൾ ഉണ്ടാകുകയും ചെയ്തു. വയലാർ രവി എപ്പോഴും പുറത്തുനിന്ന് എതിർക്കുന്ന ഒരു റിബൽ പരിവേഷത്തോട് ഒരു പരിധി വരെ അദ്ദേഹത്തിന്. അപ്പൊ A ഗ്രൂപ്പിലും അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വം ഒരു ഘട്ടത്തിൽ അപ്രസക്തമായി മാറിയോ? A ഗ്രൂപ്പിനകത്തും, കാരണം A ഗ്രൂപ്പിനകത്ത് പിന്നെ ഇടക്കാലത്ത് AK ആന്റണി, അത് കഴിഞ്ഞിട്ട് PC ചാക്കോ അദ്ദേഹത്തിന്റെ വലിയ വിശ്വസ്തനായി മാറി. ഉമ്മൻചാണ്ടിയേക്കാൾ വലിയ വിശ്വസ്തനായി മാറി. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നെ AK ആന്റണി പ്രസിഡന്റ് ആയിരുന്നപ്പം പിന്നെ PC ചാക്കോ ജനറൽ സെക്രട്ടറി ആയിരുന്നു KPCC-യുടെ. അപ്പം ആ കാലഘട്ടത്തിൽ ഡിസിഷൻ എടുക്കുന്ന പ്രധാനപ്പെട്ട റോള് PC ചാക്കോയ്ക്കായിരുന്നു. PC ചാക്കോ പിന്നീട് പോകുന്നത് 82-ൽ തിരിച്ച് കോൺഗ്രസ് ഐയിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുമ്പോൾ PC ചാക്കോ പോകുന്നില്ല. അന്ന് PC ചാക്കോ മന്ത്രിയായി. നയനാർ മന്ത്രിസഭയിൽ അംഗമാണ്. PC ചാക്കോ ആ ലയനത്തിനെതിരായിരുന്നു. വ്യവസായ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നില്ല. അതോടുകൂടിയാണ് ഉമ്മൻചാണ്ടി കൂടുതൽ പവർഫുൾ ആകുകയാണ്. അതായത് PC ചാക്കോയുടെ അഭാവത്തിൽ AK ആന്റണിയുടെ വലങ്കൈയായി ഉമ്മൻചാണ്ടി അതിന് മുമ്പ് അതിന്റെ പിന്നണിയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും
അത് പാർട്ടിക്കകത്ത് അവസാന വാക്കായിട്ട് എ ഗ്രൂപ്പിനകത്ത് ശ്രീ ഉമ്മൻചാണ്ടി മാറുന്നത് ആ സമയത്താണ്. ഈ വയലാർ രവി അന്നപ്പോ ഈ നേതൃത്വത്തിൽ നിന്ന് സ്ഥാനമാനങ്ങളില്ലാത്തൊരു സാഹചര്യം, അദ്ദേഹം പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു, ഗ്രൂപ്പിലും അതുപോലെ തന്നെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. അതുണ്ടാകാൻ കാരണം വെച്ചാൽ 80-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു പരാജയം ഉണ്ടായല്ലോ. അത് അദ്ദേഹത്തിന് വലിയ സെറ്റ് ബാക്ക് ആയിരുന്നു. വയലാർ രവിയുടെ ആ 80-ലെ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന് ശേഷം പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കേരളത്തിലെ ഈ കോൺഗ്രസ് എ വിഭാഗത്തിൻ്റെ ഈ പോളിസി ഡിസിഷൻ്റെ ഒക്കെ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലൊക്കെ ഉമ്മൻചാണ്ടിക്ക് കുറച്ചുകൂടെ മേൽക്കൈ വന്നു. വയലാർ രവിക്ക് അത്രയും ഒരു പ്രാധാന്യമില്ലാതെ വന്നു. മാത്രമല്ല ഇപ്പുറത്ത് ഇന്ദിരാഗാന്ധിയായിട്ട് ഒരകൽച്ചയുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം ഇതിനകത്ത് പെട്ടുപോയി. മനസ്സിലായി. അങ്ങനെയാണ് സത്യത്തിൽ വയലാർ രവി അല്പം പിന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് വയലാർ രവി പിന്നോട്ട്. പിന്നീട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി വന്ന ഒരു കാലഘട്ടം. അത് പിന്നീട് അദ്ദേഹം 82-ല് പാർട്ടി ലയനത്തിന് ശേഷം അദ്ദേഹം ചേർത്തല നിന്നുകൊണ്ട് അദ്ദേഹം ജയിക്കുന്നു. ആഭ്യന്തരമന്ത്രിയാകുന്നത്. ഉമ്മൻചാണ്ടി ധനകാര്യമന്ത്രിയാകുന്നു. ഉമ്മൻചാണ്ടി അപ്പോൾ ധനകാര്യമന്ത്രിയാകുന്നു. അങ്ങനെയായിട്ട് അത് വീണ്ടും വയലാർ രവിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അല്ലെ? ഒരു ചെറിയ ഘട്ടം, ഒരു തിരിച്ചുവരവായിരുന്നു. തിരിച്ചുവരവെന്ന് വെച്ചാൽ അദ്ദേഹം അതിന് മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ യുവജന വിദ്യാർത്ഥി രംഗത്തും ഒക്കെ വലിയ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിട്ട് നിൽക്കുന്നയാളാണ്. അദ്ദേഹം അന്നത്തെ കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഉള്ളൊരു KSUവിൻ്റെ ക്യാമ്പിൽ വയലാർ രവി നാളെ ഇത്ര മണിക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ അംഗങ്ങളും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഐക്കോണിക് ഫിഗറാണ് വയലാർ. വന്നാൽ തന്നെ ഒരു വലിയ ഒരു കാറ്റ് വരുന്ന ഒരു കൊടുങ്കാറ്റ് വരുന്ന പോലെ ഉള്ളിങ്ങ് വന്ന് മൊത്തത്തിലൊരു വിരട്ടുമൊക്കെ എല്ലാവരും വിരട്ടിയൊക്കെ ഭയങ്കര ഒരു ഹെഡ് മാസ്റ്റർ ശൈലിയിലായിരുന്നു. കാരണം അദ്ദേഹം അവസാന വാക്കായിരുന്നു, ആ നിലയിലായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു വലിയ നിലയിൽ നിന്നിരുന്ന ആള് പിന്നെ പാർട്ടിയുടെ 78-ലെ പിളർപ്പിനകത്ത് പുള്ളിക്ക് അടിതെറ്റാൻ തുടങ്ങി. അടിതെറ്റി പിന്നെ ഈ എ വിഭാഗത്തിനകത്തേക്ക് പുതിയ ലീഡർഷിപ്പും വന്നു. ഉമ്മൻചാണ്ടിയിലേക്ക് ഒരു കടന്നുവരവെല്ലാം ശക്തമായി. ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിലും ഉമ്മൻചാണ്ടി പവർഫുൾ ആയി. ചാക്കോയുടെ പോക്കാണ് ഉമ്മൻചാണ്ടിയെ വളർത്തിയത്. പക്ഷേ 82-ൽ അല്ലെ ആഭ്യന്തരമന്ത്രിയാകുന്നത്? 82-ൽ ആഭ്യന്തരമന്ത്രിയായി. അപ്പൊ വീണ്ടും ഒരു പ്രതാപത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ്. പ്രതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള പ്രതാപമുണ്ട് എങ്കിൽ പോലും പാർട്ടിക്കകത്തെ തീരുമാനങ്ങൾ എടുക്കുന്ന അവസാന വാക്കൊന്നും ആയിരുന്നില്ല പുള്ളി. ആ വാക്ക് എപ്പോഴും ആന്റണി തന്നെയായിരുന്നു. ആന്റണിക്ക് ആ ഉപദേശം കൊടുത്തുകൊണ്ടിരുന്ന ആൾ ഉമ്മൻചാണ്ടിയായി ഗ്രൂപ്പിനകത്ത്. ഇപ്പൊ പാർട്ടിയിൽ കരുണാകരന്റെ ഒരു അപ്രമാദിത്വം വന്നു. കോൺഗ്രസ് ഐയുടെ ഒരു അപ്രമാദിത്വമുള്ള സമയം. പിന്നീട് 82-ൽ വീണ്ടും അദ്ദേഹം 82-ൽ മന്ത്രിയായതിനു ശേഷം അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം കരുണാകരനോട് ഇണഞ്ഞ് രാജിവെക്കും. അത് വയ്ക്കുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുണാകരന് പിന്നെ ഇവര് AIUമായിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഗ്രൂപ്പ് ലയനത്തിന് ശേഷം ഓപ്പൺ ഗ്രൂപ്പ് വരുന്നത് ഒരു പരിധി വരെ ഞങ്ങളുടെ KSUവിൽ ഗ്രൂപ്പ് ഉണ്ട്. KSUവിലാണ് ഗ്രൂപ്പ് തുടങ്ങുന്നത്. KSUവിൽ നിന്നാണ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. വീണ്ടും ഓപ്പണായിട്ട് ലയനത്തിന് ശേഷം എല്ലാവർക്കും ഒന്നിച്ചിങ്ങനെ പോകുന്നു. കാരണം ലയനത്തിന് സമയത്തൊരു ഫോർമുല ഉണ്ടാക്കി. KPCC പ്രസിഡന്റ് I വിഭാഗം, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് I വിഭാഗം, KSU പ്രസിഡന്റ് സ്ഥാനം Aക്ക് കൊടുക്കണം. അപ്പം ഞാൻ ഐയുടെ പ്രസിഡന്റും PT തോമസ് AIയുടെ പ്രസിഡന്റുമാണ് ഈ ലയനത്തിന്റെ സമയത്ത്. ഇപ്പം PT തോമസ് എന്നെക്കാൾ കുറെ കൂടെ ഏജ്ഡാണ്, കുറച്ചുകൂടെ പ്രായം കൂടിയ ആളാണ്. ഞാനന്ന് എനിക്ക് 24 വയസ്സേ ഉള്ളെന്ന്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം, എനിക്കും KSU കുറേ കാലം നിന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിക്കൊള്ളാൻ പറഞ്ഞു. അന്ന് KSU പ്രസിഡന്റുമാരെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആവുള്ളൂ. അത് ഇതുപോലെ ഒത്തിരി എണ്ണമില്ല, അങ്ങനെയൊന്നും വരാൻ പറ്റിയല്ല. യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിമാർക്കൊന്നും കയറി KSU സെക്രട്ടറിമാർക്കൊന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണെന്നും ആകാൻ പറ്റില്ല. അന്ന് KSUവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റുമാർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റുമാർ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ, ഇവരിൽ നിന്നേ സംസ്ഥാന ഭാരവാഹികളാവുള്ളൂ. അപ്പോൾ സംസ്ഥാന ഭാരവാഹികൾ തന്നെ 4-5 പേരല്ലേ ഉള്ളൂ. തീരെ എണ്ണം കുറവാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ഈ ലയനത്തിൻ്റെ സമയത്ത് പറഞ്ഞു, താനെന്ന ഒരു കാര്യം ചെയ്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആകുക, PT തോമസിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ KSU എനിക്ക് വലിയ വികാരമാണ്. അപ്പം ഞാൻ ഒരു കൊല്ലമായുള്ളൂ KSU പ്രസിഡൻ്റായിട്ട്. അപ്പം നമുക്ക് KSU വിട്ടിട്ടങ്ങ് പോകുന്നതിന് എനിക്ക് ഉള്ളിൽ അന്നത്തെ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിട്ട് നേരെ മുകളിലോട്ട് പോയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് KSU അങ്ങ് വിടണം, ഒരു കൊല്ലം ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 2 പ്രസിഡന്റുമാരല്ലേ, SFIയുടെ മോഡലിൽ ഒരു പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഒരു പ്രസിഡന്റും ഒരു ജനറൽ സെക്രട്ടറി, ബാക്കിയുള്ളവരൊക്കെ വൈസ് പ്രസിഡന്റുമാരും ജോയിന്റ് സെക്രട്ടറിമാരും
ബാക്കിയുള്ള ഭാരവാഹികൾ ആ നിലയിൽ അങ്ങാക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ധാരണ, അല്ലെങ്കിൽ എനിക്ക് തന്നിരുന്ന ഒരു ധാരണ, അപ്പോൾ ഈ പി ടി തോമസ് പ്രസിഡൻ്റാണല്ലോ, അപ്പോൾ പി ടി തോമസിൻ്റെ ഈ ടേം അങ്ങ് കഴിയുമ്പം വീണ്ടും എനിക്ക് പ്രസിഡൻ്റാവും. ഇതിപ്പോൾ ഞങ്ങൾ 2 പ്രസിഡന്റന്മാരായതുകൊണ്ടുള്ളൊരു ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഒരു പ്രസിഡന്റ് ഒരു സെക്രട്ടറി എന്നുള്ളത് SFIയുടെ മോഡലിൽ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേരും തുല്യ അധികാരവും പവറും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ ഇത് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും പ്രസിഡന്റ് പദവിയിലേക്ക് എത്താം, അത് വീണ്ടും എത്താമെന്നാണ് എനിക്ക് കിട്ടിയിരുന്ന ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്ന ഒരു ധാരണ, ഒരു ഇംപ്രഷൻ കിട്ടിയിരുന്ന. വീണ്ടും പ്രസിഡന്റ് ആകാം, പോലും 1-2 കൊല്ലം കൂടെ PT കൊടുത്താൽ മതി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആകാമെന്ന്. ഞാനും ആ പ്രതീക്ഷയിലിരിക്കുക, തുടരുകയാണ്. അപ്പം ഞങ്ങൾക്ക് വലിയ, പിന്നെ ഞാനും PT കൂടെ ചേർന്ന് ഭയങ്കര ടീമായിട്ട് കേരളത്തിൽ വലിയ തിരിച്ചുവരവ് നടത്തി. KSUവിന് അന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ സർവകലാശാല യൂണിയനുകൾ, സർവകലാശാല സിൻഡിക്കേറ്റുകൾ, എല്ലാ സംവിധാനം ഞങ്ങൾ തിരിച്ചു പിടിക്കുക 2 കൊല്ലം കൊണ്ട്. കേരളത്തിൽ വീണ്ടും KSU പഴയ പ്രതാപത്തിലേക്ക് ഒരു മിലിറ്റന്റ് ഫോഴ്സായിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം നടക്കുമ്പം അപ്പോഴത്തേക്കും ആറായപ്പോഴത്തേക്കും PT മാറി ഞാൻ പ്രസിഡന്റ് ആകുമെന്നൊരു ധാരണയാണ്. കാരണം ഞാൻ PT കണ്ട് ഈക്വലായി ഒന്ന് പവർഫുള്ളായിട്ട് നിൽക്കുന്നൊരു കാലമല്ലേ. മിക്കവാറും ജില്ലാ കമ്മിറ്റികളെല്ലാം എൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്, സംവിധാനത്തിൻ്റെ കയ്യിൽ. AIയുടെ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാം നമ്മുടെ കൂടെ കൂടി. അന്ന് ഇടുക്കിയിലുണ്ടായിരുന്ന ഒരു MN മുരളി ഉണ്ടായിരുന്നു, നമ്മുടെ ഗോപിയുടെ ചേട്ടന്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വത്സലകുമാർ, അതുപോലെ പിന്നെ TN പ്രതാപന്, സംവിധാനത്തിൽ അതെല്ലാം നമ്മുടെ കൂടെ കൂടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള നാരായണ, ഇവരെല്ലാം നമ്മുടെ കൂടെ കൂടി. അപ്പം PTയുടെ കൂടെ എറണാകുളം ജില്ലാ കമ്മിറ്റി മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ശക്തമായി നിൽക്കുന്ന ഒരു സമയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയലാർജിയാണ്. അപ്പോൾ വയലാർജിയൊക്കെ ഭയങ്കര എക്സ്ട്രീം ഗ്രൂപ്പിൻ്റെ ആളാണ്. വയലാർജി അതെല്ലാം പറയും, വെട്ടി തുറന്ന് മുഖത്ത് നോക്കി പറയും. എനിക്ക് ഏറ്റവും വലിയ ഫീലിംഗ് ഉണ്ടാക്കിയത് വയലാർജി എന്നോട് പറയാം, അതാ A ഗ്രൂപ്പിനുള്ളതാണ്, അതന്ന് വീതം വെക്കുമ്പോൾ KSU എന്ന് പറഞ്ഞാൽ AIക്കുള്ളതാണ്, അതുകൊണ്ട് നിന്നെ ഒന്നും പ്രസിഡന്റ് ആക്കാൻ പറ്റത്തില്ല. ഇനി നേരെ എന്നോട് പറയാം. ഞാൻ അങ്ങ് സ്തബ്ധനായി പോയി കഴിഞ്ഞു സത്യത്തിൽ. സ്റ്റേറ്റ് ക്യാമ്പ് നടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഈ ചർച്ച മുകളിൽ വന്നു, പയ്യെ അന്തരീക്ഷത്തിൽ വരാൻ തുടങ്ങി, പത്രത്തിൽ വരാൻ തുടങ്ങി, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് യുദ്ധം ആരംഭിക്കുകയാണ്. ഗ്രൂപ്പ് യുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന പോലെ തോന്നിയപ്പോൾ എൻ്റെ അടുത്ത് നേരെ വിളിച്ചിട്ട്, വേറൊരാളും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഞാൻ വയലാർജിയുടെ ഒരു പ്രത്യേകത പറഞ്ഞു, മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും പുള്ളി. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല, ബാക്കി മുഴുവൻ ഏക്കാരുടെ മനസ്സിലിരിപ്പാ അത് പുള്ളി അങ്ങ് പറയുന്നു. അത് ഈ പുള്ളിയെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ പുള്ളിയാണ് അത് ഏറ്റെടുത്ത് പറയുന്നത്. മറ്റുള്ളവരെല്ലാം ഇപ്പം ഞാനാണെങ്കിലും ബാക്കിയൊക്കെ വളരെ പോളിഷ്ടായിട്ട് നമുക്ക് ആലോചിക്കണം, നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇതേ എന്നോട് മുഖത്ത് നോക്കിയത് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതാണ് AIയുടെ ലൈനെന്ന്, കിട്ടില്ല, ഇനി ഇത് കിട്ടത്തില്ലെന്ന്. അപ്പം തുടങ്ങിയ പ്രശ്നങ്ങളാണ് പിന്നീട് അത് KSUവിൻ്റെ അകത്ത് വലിയ അഭിപ്രായ വ്യത്യാസമായി, വിഷയമായി, വലിയ സ്ട്രീറ്റ് ഫൈറ്റുകളായി, വലിയ വിഷയമായി മാറി. ഒരു 1.5 കൊല്ലം. അവസാനം ഡൽഹിയിൽ AICC ഇടപെടുന്നു. ഇവിടെ തീരെയല്ല, അപ്പം ലീഡർ നമുക്ക് കൂടെ നിൽക്കുന്നു, മറ്റേ A ഗ്രൂപ്പ് മുഴുവൻ അപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ഇത് വലിയ പ്രശ്നമായി, പ്രശ്നം തീർക്കാൻ മേലാത്ത അവസ്ഥയിലായി കേരളത്തിൽ. അങ്ങനെ ഹൈക്കമാൻഡ് ഇടപെടുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഇന്ദിരാഗാന്ധിയാണെന്ന്, പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് അവിടുന്ന് അന്ന് GK മൂപ്പനാരാണ് KSU NSUയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ചാർജുള്ള AICC ജനറൽ സെക്രട്ടറി. അപ്പോൾ മൂപ്പനാരുടെ ജൂനിയറായിട്ട് ജോയിന്റ് സെക്രട്ടറിയാണ് നമ്മുടെ ഓസ്കാർ ഫെർണാണ്ടസ് ഒക്കെ. അപ്പോൾ ഓസ്കാറിനെയാണ് ആദ്യമേ ഞങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിടുന്നത്. അപ്പം ദേശീയ നേതൃത്വം ഇടപെടുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ചർച്ച എന്ന് പറയുന്നത് ഇങ്ങനെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ്. ഓസ്കാർ തീരുമാനം എടുക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ 2 കൂട്ടരുടെയും ഡിമാൻഡുകൾ കേൾക്കും, കാര്യങ്ങൾ പറയും. അപ്പം പുള്ളി ഇങ്ങനെ ഇരിക്കും. പുള്ളി അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലോട്ട് വരാൻ പറയും. അപ്പം ഞങ്ങളുടെ സ്ഥിരം പരിപാടി ഇവിടുന്ന് ട്രെയിനേൽ ഡൽഹിക്ക് പോകണം. ഡൽഹിയിലാണ് ട്രെയിനേൽ. ഇന്നത്തെ കാലത്ത് വണ്ടിക്കൂലി പോലും നിവർത്തില്ല. 1500 രൂപ ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ച് ട്രെയിന് 2nd ക്ലാസ്സിൽ കയറി അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും MPയുടെ ഫ്ലാറ്റിൽ താമസിക്കും. ഒരാഴ്ച നിൽക്കും, ചർച്ച തീരുമാനമായാലും. അതിൻ്റെ ഇടയ്ക്ക് ഇന്ദിരാഗാന്ധി മരിക്കുന്നു, രാജീവ് ഗാന്ധി വരുന്നു. ഇടയ്ക്ക് വീണ്ടും ഒരിടക്കാലത്ത് ചർച്ചയൊക്കെ നിന്ന് പോകുന്നു. വീണ്ടും അത് നിങ്ങൾ അങ്ങ് തുടരുകയാണ്, ജനറൽ സെക്രട്ടറി പ്രസിഡന്റുമായിട്ട് നിങ്ങൾ രണ്ടുപേരും തുടരുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും പിന്നെ ചർച്ച തുടങ്ങുന്നത്. പിന്നെ അന്നേരത്തേക്കും ഓസ്കാർ പിന്നെ രാജീവ് ഗാന്ധിയുടെ പിന്നെ ക്യാബിനറ്റിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നും പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നല്ല പുള്ളിക്കും അഹമ്മദ് പട്ടേലും ഒക്കെ അന്ന് പിന്നെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി പോലെ ഒരു പോസ്റ്റാണെന്ന്.
ഇവരെല്ലാം ആ സമയത്ത് രാജീവ് ഗാന്ധിയുടെ ടീമുള്ളതാണ്. ആറൊരു പോസ്റ്റിൽ വീണ്ടും പുള്ളിയുടെ അടുത്ത് ചർച്ച തുടങ്ങി അവസാനം അപ്പോഴത്തേക്കും ഏജ് 27 വയസ്സ്, കൊല്ലം 2-3 ചർച്ചകൾ തുടങ്ങി. പ്രസിഡന്റായി. ഇപ്പം അന്ന് 24 തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടിനുള്ള കമ്മിറ്റി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പൊ 27 വയസ്സെന്നുള്ള കട്ട് ഓഫ് ഡേറ്റ് അങ്ങ് വെക്കുന്നു. അതുവരെ കട്ട് ഓഫ് ഇല്ല. അന്ന് KSU പ്രസിഡന്റ് 27 വയസ്സ് കട്ട് ഓഫ് ഡേറ്റ് ആണ്. 27 വയസ്സെന്ന് അത് അന്നൊന്നും അങ്ങനെ ഒന്നും ഇല്ല. KSUവിനകത്ത് അങ്ങനെ കട്ട് ഓഫ് റേറ്റ് ഇല്ലല്ലോ. വിദ്യാർത്ഥി ആയിരിക്കണം, 1 വർഷത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതങ്ങോട്ട് പ്രഖ്യാപിക്കുക 27 വയസ്സൊന്നും അങ്ങാക്കാവുന്ന ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. അപ്പം എനിക്കപ്പോഴും 27 വയസ്സ് തികഞ്ഞിട്ടില്ല. പിണ്ടും ചർച്ചയാണ്. ചർച്ച ചെയ്ത് എനിക്ക് 27 കടന്നു. ചർച്ച തീരുക. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്ന ഒരു പരിധി ഒരു തന്ത്രം കൂടെയായിരുന്നു. അപ്പം പ്രായം കഴിഞ്ഞു, അപ്പം നമുക്കൊരു പുതിയ പ്രസിഡന്റിനെ വെക്കാം. യഥാർത്ഥത്തിൽ എന്നോടുള്ള വ്യക്തിപരമായ എതിർപ്പൊന്നും ആയിരുന്നില്ല. ഈ ഗ്രൂപ്പ് ഫോർമുലയാണ് KSUവിനോടുള്ള വയലാർ രവിയുടെ അല്ലെങ്കിൽ എ ഗ്രൂപ്പിന്റെ ഫോർമുലയായിരുന്നു. ഒരു താല്പര്യം കൂടുതൽ അതായിരുന്നു. അവസാന ഇപ്പം ലീഡർ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന കാലമാണ്. ലീഡർ മൂപ്പനാരുടെ അടുത്ത് പറഞ്ഞാൽ അതനുസരിച്ചേ മൂപ്പനാർ നിൽക്കുള്ളൂ. ലാസ്റ്റ് ഫൈനലായിട്ട് അങ്ങ് തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടും മാറാൻ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരെ നിങ്ങളെ രണ്ടുപേരെയും മാറ്റി ഒരേ പദ്ധതി തന്ന് മാറ്റുന്നു. പുതിയ ആളായിട്ട് ശരത്ചന്ദ്ര പ്രസാദിന്റെ പേര് ഞങ്ങൾ പറയുന്നു. പിന്നെ അതുമായിട്ട് ചരിത്രം പറയാൻ പോയാൽ ഒരുപാട് കഥകൾ, അത് നമുക്ക് പിന്നീടൊരു ഇതിൽ ചെയ്യാം. അപ്പൊ വയലാർ രവി പിന്നീട് രാജിവെച്ചത് കെ കരുണാകരനുമായിട്ടുള്ള ഒരു അഭിപ്രായ ഭിന്നത അല്ല. അപ്പൊ ഇത് അന്ന് ഞാൻ പറയല്ലോ, അതോടുകൂടി KSUവിന്റെ അകത്ത് ഗ്രൂപ്പ് അങ്ങോട്ട് തുടങ്ങി. ആ ഗ്രൂപ്പിൽ കോൺഗ്രസ് നേതാക്കന്മാർ കച്ചുപിടിച്ചു. അങ്ങനെ അത് കോൺഗ്രസ് വരെ എത്തി. പിന്നെ അതിനകത്തൊക്കെ അന്നൊക്കെ BM സുധീരനൊക്കെ ഭയങ്കര ഗ്രൂപ്പാ. എ ഗ്രൂപ്പിന്റെ KSUവിന്റെ വിഭാഗത്തെ നയിക്കുന്നത് പുള്ളിയൊക്കെ പാച്ചയ്ക്ക് വന്ന് എതിർക്കുമായിരുന്നു നമ്മളെ. പല കാര്യങ്ങൾക്കും നമ്മളെടുക്കുന്ന തീരുമാനം നടക്കത്തില്ല എന്നുള്ള സ്റ്റാൻഡൊക്കെ എടുക്കും. സുധീരനൊക്കെ അത്ര അഗ്രസീവ് ഗ്രൂപ്പാണ്. ഇപ്പോൾ ഉള്ള ആളുകൾക്ക് VM സുധീരനെ കുറിച്ച് അങ്ങനെ മുഖം ചിന്തിക്കാൻ പറ്റില്ല. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം ഇൻസിഡന്റുകൾ നമ്മുടെ മനസ്സിൽ നിൽപ്പുണ്ട്. അഗ്രസീവ് ഗ്രൂപ്പാ. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ അകത്തന്ന് കാർത്തികേയനും ചെറിയാമ്പലിയൊക്കെ അവർ ഗ്രൂപ്പ് അധികം ഉണ്ടാക്കാതെ നിന്നു. അവരൊരു സമവായത്തിൽ പോകുക. കാർത്തികേയന്റെ ഒരു വളരെ ടാക്ടിക്കലായ ഒരു സമീപനം. ജി കാർത്തികേയനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. പുള്ളി അത് തന്ത്രപരമായി വലിയ പ്രശ്നമില്ലാതെ യൂത്ത് കോൺഗ്രസ് ഉണ്ട്. പക്ഷെ കോൺഗ്രസിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ആഭ്യന്തര വകുപ്പ് വെച്ച് പിന്നെ വയലാർ രവി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു. പോലീസിൻ്റെ നിയന്ത്രണം വയലാർ രവിയുടെ കയ്യിലാകുന്നത് ലീഡർ ഇഷ്ടപ്പെട്ടില്ല. കാരണം പലപ്പോഴും പോലീസാണല്ലോ ഒരു ചിഹ്നമായി നിൽക്കേണ്ടത്. അപ്പോൾ ലീഡർ തീരുമാനിച്ചു വകുപ്പൊന്ന് റീഷഫിൾ ചെയ്യണമെന്ന്. അതിന് പറയുന്നത് പ്രതിച്ഛായ, കോൺഗ്രസിന്റെ പ്രതിച്ഛായ മാറ്റണം, മന്ത്രിസഭയുടെ പ്രതിച്ഛായ മാറ്റണം. അതിന്റെ പ്രതിച്ഛായ ചർച്ച എന്നതിന് പേര്. ചർച്ചയ്ക്ക് അങ്ങനെ പേരിലാണ് ആ പേരിൽ അറിയപ്പെട്ടിരുന്നത്. ആ പ്രതിച്ഛായ ചർച്ചയുടെ ഭാഗമായിട്ട് ഏകപക്ഷീയമായിട്ട് ഡൽഹിയുടെ അനുമതി മേടിച്ചിട്ട് മന്ത്രിസഭ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വകുപ്പ് മാറ്റി. പുള്ളിയെ പിന്നെ കൃഷി വകുപ്പ് കൊടുത്തു. വയലാർ ആഭ്യന്തരൻ ലീഡർ എടുത്തു. മുഖ്യമന്ത്രി തന്നെ എടുത്തു. ആ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ വയലാർ രവി രാജിവെച്ചു. മന്ത്രിസ്ഥാനം രാജിവെച്ചു. അങ്ങനെ ഉണ്ടായത്. പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ വളരെ നാടകീയമായിട്ട് KPCC ഇലക്ഷൻ 91 നടക്കുമ്പോൾ വയലാർ രവി ഈ AK ആന്റണി എ വിഭാഗം ഉപേക്ഷിച്ച് കെ കരുണാകരനുമായി കൈകോർക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ AK ആന്റണി എനിക്കൊന്ന് വയലാർ രവിയുടെ മാത്രം ഒരു തീരുമാനമായിരുന്നു. എനിക്കൊന്ന് അങ്ങനെ ഫുള്ളായിട്ട് ഒരു പിന്തുണ, ഗ്രൂപ്പിന്റെ അല്ല, ഫുള്ളായിട്ട് പിന്തുണ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അതിനുശേഷം പലപ്പോഴും ഈ രാജ്യം കൂടെ വെച്ചതോടുകൂടി വീണ്ടും വയലാർ രവി സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ഗ്രൂപ്പിനുള്ളിലല്ല, മൊത്തം കോൺഗ്രസ് പാർട്ടിയിൽ. ഇപ്പൊ നോക്കുമ്പോൾ അദ്ദേഹത്തിനേക്കാളൊക്കെ അദ്ദേഹം കൊണ്ടുവന്ന ആളുകളും എല്ലാവരും വലിയ കുറച്ചുകൂടെ പവർഫുൾ. അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിയായിട്ട് തുടരുകയാണ്. അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നു. VM സുധീരൻ ഉമ്മൻചാണ്ടി ആ മന്ത്രിസഭയിലില്ല. VM സുധീരൻ അതിൻ്റെ അകത്ത് പിന്നെ സ്പീക്കറായിരുന്നു. അപ്പോൾ ഇങ്ങനെ വയലാർ ചെയ്യപ്പോഴത്തേക്കും വളരെ നിരാശനായി. പിന്നീട് ഇത് രാജ്യം വെച്ചു. പിന്നെ പുള്ളിക്ക് വല്ല റോളൊന്നും ഇല്ലാതായി ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും എ വിഭാഗം അദ്ദേഹത്തെ അത്രമാത്രം പരിഗണിക്കുന്നില്ല എന്നുള്ള വലിയ ഫീലിംഗ് വന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു രാജ്യസഭയുടെ ഒരു വിഷയം വന്നപ്പോൾ അന്ന് വയലാർ രവിക്ക് ആ സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് പകരം വേറെ ആരോ വന്നു എ ഗ്രൂപ്പിൻ്റെ അന്ന്.
അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വല്ലാത്തൊരു മാനസിക വിഷമം ഉണ്ടാക്കി. അതിനെ തുടർന്നാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു മേഴ്സി ചേച്ചിയാണ് വയലാർജി തന്നെ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, മേഴ്സി ചേച്ചി ഭയങ്കരമായി ഊണ്ടടായി ഇങ്ങനെ വയലാർജിയെ സൈഡ് ലൈൻ അവഗണിക്കപ്പെടുന്നത്. അവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കരമായിരുന്നു. അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റും ഈ കുടുംബവുമായിട്ടും ഇവർക്ക് വലിയ അറ്റാച്ച്മെന്റ് ഉള്ള എല്ലാ ലീഡേഴ്സും പോലെ അവരുടെ എല്ലാം ചേച്ചിയായിട്ട് നിന്നിരുന്നതാണ്. അപ്പോൾ അവർക്കിങ്ങനെ ആന്റണിയുടെ ഭാഗത്തുനിന്നോ അവരുടെ എല്ലാ ഭാഗത്തുനിന്നോ ഒരു തങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു പരിഗണന കിട്ടിയില്ല എന്നുള്ള ഒരു വലിയ വികാരം അവർക്ക്, പ്രത്യേകിച്ച് കുടുംബത്തിലിരിക്കുന്ന ഭാര്യമാർക്കൊക്കെ അവർക്ക് അവരുടേതായ കാര്യങ്ങളൊരു ഇത് വരുമല്ലോ. അപ്പോൾ അത് ഒരു പരിധി വരെ വയലാർജിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വയലാർജി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് അവര് ലീഡറുമായിട്ട് കൈ കൊടുക്കാൻ തീരുമാനിച്ചത്. അന്ന് വയലാർ രവിയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലെങ്കിൽ പാർട്ടിയിൽ ഐ വിഭാഗത്തിനൊരു വിജയം ഉണ്ടാവില്ല എന്നൊരു സാധ്യതയുണ്ടായിരുന്നു. അതൊന്നുമല്ല, ഐ വിഭാഗത്തിന് ഭൂരിപക്ഷം വളരെ ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ അല്ല അത് AK ആന്റണിയായിട്ട് വയലാർ രവിയായിട്ട് മത്സരം വന്നപ്പം നമുക്ക് കുറെ ക്രോസ് വോട്ടിങ് നടന്നു. അവര് തമ്മിൽ നടക്കുന്ന ഒരു പോരാട്ടമായിട്ട് മാറി. പിന്നെ വൈസ് പ്രസിഡന്റിലോ ബാക്കി ട്രഷറിലോ ഒന്നും ആരും മത്സരിക്കാൻ വന്നില്ലല്ലോ. അവർ മത്സരിച്ചിരുന്നെങ്കിൽ വലിയ ഡിഫറൻസ് വന്നേനെ. 18 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ വയലാർ രവിക്ക്. അന്ന് വയലാർ രവിക്ക് ഐ ഗ്രൂപ്പിന്റെ വോട്ടേ ഉള്ളൂ, അല്ലാതെ പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വോട്ടൊന്നും വല്ല 1-2 വോട്ടുകൾ അല്ല 3 വോട്ടുകൾ ഉണ്ടാവും. അതല്ലാതെ പ്രത്യേകിച്ച് വയലാർ രവിയുടെ കയ്യിൽ അങ്ങനെ വലിയ വോട്ടുകളൊന്നും വന്നില്ല. ഐ ഗ്രൂപ്പിൽ നിന്ന് ചോർന്നോ? ഐ ഗ്രൂപ്പിൽ നിന്ന് AK ആന്റണിക്ക് അനുകൂലമായിട്ട് അന്നത്തെ പല ആളുകളും നിഷ്പക്ഷരായൊക്കെ നിന്നിരുന്ന വയലാർ രവിയെ AK ആന്റണിയായിട്ട് പേഴ്സണൽ ബന്ധം ഉണ്ടായിരുന്ന ഐ ഗ്രൂപ്പിൽപ്പെട്ട ചില മുതിർന്ന ആളുകളൊക്കെ തിരിച്ചു കൂട്ടി. അങ്ങനെയാണ് ഈ 18 വോട്ടായിട്ട് മാറിയത്. അത് 18 വോട്ട് ഞങ്ങളുടെ ഭൂരിപക്ഷം അല്ല വ്യത്യാസം എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഏക്കാർ വളരെ ബുദ്ധിപരമായിട്ട് വൈസ് പ്രസിഡന്റ്, ട്രഷറർ തുടങ്ങിയിട്ടുള്ള പിന്നീട് ഒരു ഇലക്ഷനിൽ അവർ മത്സരിച്ചില്ല. അത് മത്സരിച്ചാൽ ഗ്യാപ്പ് പിന്നീട് 10-40 മാറും. അങ്ങനെയാണ് ആ ഇലക്ഷൻ നടക്കുന്നത്.